അപ്പോൾ നമസ്കാരം. അപ്പോൾ ഗഗനാചാരി എന്ന സിനിമ കണ്ടു, ഇന്ന് രാവിലെ ഇറങ്ങിയത് ആണ്. അപ്പോൾ നമ്മുടെ അനാർക്കലി മരക്കാർ മന്ദാകിനി സിനിമയ്ക്ക് ശേഷം ഒരു തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ ഒരു ഫിക്ഷൻ ഡ്രാമ ബന്ധപ്പെടുന്ന സിനിമയാണ്. ആ ടൈം കണ്ടു. സുരേഷ് ചേട്ടന്റെ മകന്റെ മൂവി നല്ലൊരു പ്രവീഷൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവീഷോ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരു ന്യൂ ടൈപ്പ് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം സ്ക്രീനാണെങ്കിലും ഹാഫ് സ്ക്രീനിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ MLA ഗണേഷ് കുമാർ ഏട്ടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഫിക്ഷൻ, ഏലിയന്റ്, പിന്നെ അന്യജീവി സംഭവങ്ങൾ, പിന്നെ അനാർക്കലി മരക്കാരുടെ ഒരു വൺ മാൻ ഷോ. ഇതുപോലത്തെ സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് തന്നെ റോബോട്ടിക്കൽ ലെവലിലേക്ക് വരുന്ന ഒരു സിനിമയാണ്. ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. കാരണം ഇതിപ്പോ 2024 ആണെങ്കിൽ 2025-ലും 2040 നടക്കാൻ പോകുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഗഗനാചാരി എന്ന സിനിമ പറഞ്ഞു വെക്കുന്നത്. വെറൈറ്റി പേരാണ്. BGM ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയി പോയ ഒരു സിനിമ തന്നെയാണ്. ഫാമിലിക്കാരും കൂടുതലും കുട്ടികൾക്കും യുവാക്കൾക്കും ഇഷ്ടപ്പെടും. കാരണം ഇതില് ഹൊറർ ഉണ്ട്, പിന്നെ VFX ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ചിരിക്കാനുണ്ട്. അജുവിന്റെ ഒക്കെ കോമഡി ഒരു രക്ഷയില്ല. പിന്നെ ഗോകുൽ സുരേഷ് എന്റെ പേരിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അലൻ എന്ന പേര്, എന്റെ പേര് അലൻ ജോസ് എന്നാണ്. പക്ഷെ ഇതില് അലൻ ജോസ് പളമ്പറത്തിൽ കേട്ടന്റെ പേര് അതൊക്കെ പുതുമയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ചില്ലായിട്ട് കൂളായിട്ട് 2-2.5 മണിക്കൂർ പാക്ഡ് ആയിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഗഗനചാരി എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ എടുത്തു വരേണ്ട സംഭവങ്ങളാണ്. ഗഗനചാരി ഒരു പ്രാവശ്യം കണ്ടിരിക്കുന്ന പടമാണ്. സപ്പോർട്ട് ചെയ്യണം. അനാർക്കലി മരക്കാരുടെ സുഹൃത്താണ്, സപ്പോർട്ട് ചെയ്യാം.